SG കമ്പനിയുടെ ഒരു സ്വതന്ത്ര ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇപ്പോൾ ഇവിടെ എത്തിയത് നിങ്ങളുമായിട്ടൊന്ന് സംവദിക്കാനാണ്. ചില കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ എനിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, ചിലത് എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇത്രയും കർഷകരെയൊക്കെ ഒരുമിച്ച് കാണുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം കർഷകര് ഭൂമിയിൽ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. മറ്റുള്ളവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കഠിനമായ പ്രയത്നത്തിലാണ് അവർ. അതുകൊണ്ട് തന്നെ അത് വലിയ നന്മയാണ്. അപ്പോൾ കൃഷിക്കാരെ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്ന കമ്പനി. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ വളരെ അതിയായ സന്തോഷമാണ്. ഞാനത് മറച്ചു വയ്ക്കുന്നില്ല. പിന്നെ ഇവിടെ നമ്മൾ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ പണ്ടുകാലത്ത് നമുക്കറിയാം, പണ്ടുകാലത്തെന്നല്ല ഇപ്പോൾ പലരും കൃഷിയിൽ നിന്ന് ഒരു ആഭിമുഖ്യം കാണിക്കുന്നു, ഒരു കൃഷിയോട് വലിയ താല്പര്യം കാണിക്കുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം, കൃഷിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വരുമാനം കിട്ടുന്നില്ല, വിളവെടുപ്പ് നല്ല രീതിയിൽ കിട്ടുന്നില്ല. പിന്നെ പലവിധ പ്രശ്നങ്ങൾ, പരിസ്ഥിതി പ്രശ്നമുണ്ട്, ജലദൗർലഭ്യത, ജലസേചനത്തിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങളാലും നമുക്ക് ഇന്ന് പലർക്കും കൃഷിയോട് വലിയ താല്പര്യം. അപ്പോ ഇതിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ പണ്ട് കാലത്ത് നമുക്കറിയാം, കൃഷി ചെയ്യുമ്പോൾ അവനവന് വേണ്ടിയുള്ളത് കൃഷി ചെയ്താൽ മതി. നമ്മളുടെ ഭക്ഷണം നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പിന്നീട് അതെന്തായിട്ട് മാറി? ഒരു കച്ചവട, അതായത് ജനപ്പെരുപ്പം ഉണ്ടായി ഒരു കച്ചവട രീതിയിലേക്ക് അത് മാറിയപ്പോൾ കൂടുതൽ ഉൽപാദനം വേണ്ടി വരും, കൂടുതൽ കൃഷിയും കൂടുതൽ വിളവെടുപ്പും ഒക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനെ വേണ്ടി വന്നപ്പോ എന്താ സംഭവിച്ചത്? രാസ പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. രാസവളങ്ങൾ, കീടനാശിനികൾ, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി നമ്മുടെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. മണ്ണിൽ സൂക്ഷ്മ ജീവികളുണ്ട്, മണ്ണിന്റെ ഘടനയൊക്കെ ആകെ അങ്ങ് മാറിയിരിക്കുകയാണ്. പിന്നെയും നമ്മൾ രാസവളങ്ങളും കീടനാശിനിയും ഉപയോഗിച്ച് ഭൂമിയുടെ ഏറ്റവും ഉപരിതലത്തിന് അതിന്റെ ശരിക്കുള്ള സത്ത ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വിളവിന് കൂടുതൽ പ്രയോജനം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കാൻ കഴിയുക. നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുന്നു. നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല ചെടിയിൽ വിളഞ്ഞ നല്ല കായകളാണ് നമ്മൾ കഴിക്കേണ്ടത്. അല്ലെങ്കിൽ അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന നല്ല വിളകളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന നല്ല ഭക്ഷണം. ഇതാണ് നമുക്ക് മനുഷ്യന് ഏറ്റവും അനുയോജ്യമായി വേണ്ടത്. പക്ഷെ ഇന്ന് അത് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ഇന്ന് കൃഷി ലാഭകരമല്ല, പലർക്കും അതറിയാം. അപ്പോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന്റെ ആരോഗ്യത്തിന് നല്ല പോഷകാഹാരം കഴിക്കണമെന്ന് നമുക്കറിയാം. നല്ല പോഷകാഹാരം കിട്ടണമെങ്കിൽ നല്ല ചെടികളിൽ വിളഞ്ഞ നല്ല കായ്കൾ നമ്മൾ കഴിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടുകൂടി കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ നല്ല രീതിയിൽ കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നല്ല രീതിയിൽ കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം മണ്ണാണ്. മണ്ണിൽ നിന്നാണ് നമുക്ക് ഇതെല്ലാം പൊട്ടിമുളച്ച് നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ വിളവെടുത്ത് നമ്മൾ ഭക്ഷിക്കുന്നത്. പക്ഷെ നല്ല മണ്ണ് എന്ത് കിട്ടാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ, അതായത് മണ്ണിന്റെ ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്ത് ലെവൽ, അത് ചെടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് മണ്ണ്. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ സൂക്ഷ്മജീവികളൊക്കെ നശിച്ചു, മണ്ണിന്റെ ഘടന മാറും, നിരന്തര രാസവള പ്രയോഗങ്ങൾ നമ്മൾ നടത്തുന്നു. ഇതെല്ലാം ചെയ്തതുകൊണ്ട് മണ്ണിൽ നിന്നും കിട്ടുന്ന ലാഭം, വിളവെടുപ്പും എല്ലാം വളരെ നന്ദി കഴിയും. അപ്പോ മണ്ണ് നന്നായാൽ എന്തായാലും, മണ്ണ് നന്നായാൽ മനുഷ്യന്റെ പരിസ്ഥിതി നന്നായി, പരിസ്ഥിതി നന്നായാൽ എന്ത് സംഭവിക്കുന്നു? മനുഷ്യന്റെ ആരോഗ്യവും നന്നാവും. നല്ല പരിസ്ഥിതിയാണ് നല്ല വായു, നല്ല പ്രകൃതി, നല്ല പരിസ്ഥിതി, ഇതൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യം മെച്ചപ്പെടും. കൂടുതൽ കാലം അവന് ആരോഗ്യത്തോടുകൂടി ജീവിക്കാനും കഴിയും. അതൊരു കാര്യമാണ്. ഇനി ഇപ്പൊ മനുഷ്യന്റെ ആരോഗ്യത്തിൽ ഈ ഘടകങ്ങളെല്ലാം പ്രധാന പങ്കുവയ്ക്കുന്നു. നല്ല ചെടികൾ, മണ്ണിന്റെ പോഷകാഹാരം, മണ്ണിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മണ്ണിന്റെ ജൈവാംശം,
ഈ സൂക്ഷ്മജീവികൾ ഇതെല്ലാം നഷ്ടപ്പെട്ട ഒരു മണ്ണാണ് നമ്മളുടെ മുന്നിൽ ഇന്ന് ഉള്ളത്, കർഷകന്റെ മുന്നിൽ. അങ്ങനെ മണ്ണ് കൃഷിക്ക് അനുകൂലമല്ലാതായി തീർന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പണ്ട് കാലത്ത് നമ്മൾ വളം ചെയ്തിരുന്നത് എങ്ങനെയാണ്? ചാണകമോ അല്ലെങ്കിൽ ഇലകളോ അതുപോലുള്ള മണ്ണിലിട്ടിട്ട് അതവിടെ കിടന്ന് അഴുകി അതിൽ നിന്ന് ഉണ്ടാകുന്ന വളമാണ് നമ്മൾ പ്രധാനമായിട്ടും പണ്ട് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയല്ലേ രാസവളങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് അങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്. കണ്ടത്തിൽ നമ്മൾ ചാണകം കൊണ്ടിടും, ഇത് അവിടെ കിടന്ന് അഴുകി അതിൽ നിന്നുണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് ഇത് ചെടിക്ക് വളമായിട്ട് അങ്ങ് മാറും. ഈ വളത്തിലാണ് അല്ലെങ്കിൽ ഈ മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്തു പോകുന്നത്. പക്ഷേ ഇന്ന് ഈ രീതിയിലൊന്നും അല്ല കൃഷി ചെയ്യണമെന്ന് നമുക്ക് അറിയാം. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തിക്കൊണ്ട് ഇനിയുള്ള കാലം നല്ല കൃഷി എങ്ങനെ ചെയ്യാം എന്നതിന് വേണ്ടിയിട്ടാണ് വെസ്റ്റീജ് കമ്പനി നല്ല കാഴ്ചപ്പാടുള്ള, അതായത് ഭൂമിയിലെ മനുഷ്യരുടെ ആരോഗ്യത്തിലൂടെ ജീവിക്കണം എന്നുള്ള വ്യക്തമായ നല്ലൊരു കാഴ്ചപ്പാടുള്ള ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. ഈ അപ്പൊ ഈ ഒരു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഈ വെസ്റ്റീജ് കമ്പനി. അതിൽ മനുഷ്യർ ആരോഗ്യത്തോടു കൂടി ദീർഘനാൾ കഴിയണം. ഈ തലമുറ, ഇനിയുള്ള തലമുറ, ഈ തലമുറയുടെ കാര്യം, ആരോഗ്യത്തെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോഴ് നമ്മുടെ ആരോഗ്യം എത്രമാത്രം മോശമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപാട് ആശുപത്രികൾ, ഒരുപാട് ലാബോറട്ടറികൾ ഇതൊക്കെ നമുക്ക് ചുറ്റും ദിവസവും ഉയർന്നു വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ആരോഗ്യസ്ഥിതിയെ ആണ്, അത് നമ്മുടെ ആരോഗ്യസ്ഥിതി എന്താണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തിക്കൊണ്ട് ഇനിയുള്ള കാലം നല്ല രീതിയിൽ കൃഷി ചെയ്യാം. അതിനുവേണ്ടിയിട്ട് വെസ്റ്റീജ് കമ്പനി ഇത്തരം പ്രോഡക്റ്റുകൾ രംഗത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ NPK അറിയാമല്ലോ, NPK അല്ലെ? അത് പൊട്ടാഷ്യം, മെഗ്നീഷ്യം, ഇങ്ങനെയൊക്കെയുള്ള അയൺ, മെഗ്നീഷ്യം, കാൽസ്യം, ഫോസ്ഫറസ് ഇതിനെല്ലാം നമ്മൾ ഈ പറഞ്ഞ മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം മണ്ണിൽ നമുക്കിത് ആവശ്യമാണ്. മണ്ണിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. പക്ഷെ ഇന്ന് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുന്നത്? കൃഷിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളി കൂടിയുണ്ട്. മണ്ണിന്റെ ഘടന മോശമായി. ജല ദൗർലഭ്യത മറ്റൊരു പ്രശ്നമാണ്. ജലം വേണ്ടത്ര രീതിയിൽ നമുക്ക് ജലസേചന സൗകര്യങ്ങൾ കുറവ്, ജലത്തിന്റെ ലഭ്യത കുറവ്, ഇങ്ങനെയും കർഷകർ ഇന്ന് വെല്ലുവിളി നേരിടുന്നുണ്ട്. പിന്നെ വരുന്ന എന്താണ്? ചെടികൾക്ക് വരുന്ന പ്രശ്നങ്ങള് ചെടികളെ കീടങ്ങൾ ആക്രമിക്കുന്നു. അങ്ങനെ കീടങ്ങൾ ആക്രമിക്കുന്നു. ചെടിക്ക് വരുന്ന മറ്റു രോഗങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച്, മാറി വരുന്ന രൂക്ഷമായ കാലാവസ്ഥ, വെയിലെങ്കിൽ കടുത്ത വെയിൽ, മഴയെങ്കിൽ കനത്ത മഴ, ഇങ്ങനെയുള്ള രൂക്ഷമായ മാറി വരുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ, കാലവർഷം. പിന്നെ നേരത്തെ ആണെങ്കിലോ പണ്ട് ഒരു കൃഷി കഴിഞ്ഞ അടുത്ത കൃഷിക്കുമായിട്ട് നമുക്കൊരു ഇടവിള ചെയ്തുകൂടി. ഇടവിള അറിയാമല്ലോ, ഇടവിള നേരത്തെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ അതിനും ഒരു വ്യക്തമായ ഒരു രീതിയിൽ നമുക്ക് അങ്ങനെയും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഒരു ഇടവിള നമുക്ക് സാധ്യമല്ലാതായിരിക്കുന്ന ഒരു ഘട്ടമാണിത്. അപ്പൊ ഇതൊന്നും കൃത്യമായ ഒരു ഇടവേളകളിൽ നമുക്ക് സാധ്യമാകുന്നില്ല. അത് കൂടാതെ മൂലധനത്തിന്റെ കുറവ്, കൃഷിയിൽ നമ്മൾ മുടക്കുന്നതിന്റെ റിസൾട്ട് നമുക്ക്, അതിന്റെ ഈൽഡ് നമുക്ക് ശരിയായ രീതിയിൽ കിട്ടുന്നില്ല. അതും ഇതിലേക്ക് ആളുകളെ ഇതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തിക്കൊണ്ട് എക്കണോമിക് സ്വാതന്ത്ര്യത്തോടെ, അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടെ നമുക്ക് കൃഷിയെ സ്നേഹിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന കുറെ നല്ല പ്രോഡക്റ്റുകൾ ആണ് വെസ്റ്റീജ് കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. ഡൽഹി ബേസ്ഡ് കമ്പനിയാണിത്. ഇത് ഇപ്പൊ ഏതാണ്ട് 20ഓളം വർഷം കൊണ്ട് നിലനിൽക്കുന്നു. ഇന്ത്യയിലെ മിക്കവാറുമുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഇത് ഉപയോഗിച്ച് നല്ല രീതിയിൽ കൃഷി നടക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നോക്കിയാൽ മനസ്സിലാക്കും. ഇന്ത്യയിലെ ഏതൊക്കെ സ്റ്റേറ്റിൽ ഏതൊക്കെയാണ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത്, ഏതെല്ലാം കൃഷിക്ക് ഇത് ഉപയോഗിക്കുന്നു. നൂറുകണക്കിന് കിടപ്പുണ്ട്. യൂട്യൂബിൽ കയറിയാൽ അത് നമുക്കറിയാം. ഇന്ത്യയുടെ മിക്കവാറുള്ള എല്ലാ ഭാഷകളിലും അതുണ്ട്. അപ്പോ ഇങ്ങനെ 3 തരം പ്രോഡക്റ്റാണ് നമുക്ക് പ്രധാനമായിട്ട് കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്.
നമ്മുടെ ആരോഗ്യം പോലെ തന്നെ അപ്പൊ മണ്ണിന്റെ ആരോഗ്യത്തിന് 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. മണ്ണ് നല്ല ആരോഗ്യമുള്ളതാണെങ്കിൽ നല്ല ചെടികൾ വളരുന്നു. പിന്നെ മണ്ണിന്റെ അടങ്ങിയിരിക്കുന്ന ജൈവാംശം, പോഷക ഗുണങ്ങൾ, പിന്നെ സൂക്ഷ്മജീവികൾ, ഇതെല്ലാം അടങ്ങിയ ഒരു മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഈൽഡ് നമുക്ക് കിട്ടും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയുള്ളതാണ് ഈ കാണുന്ന പ്രോഡക്റ്റ്. അപ്പൊ അതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് അഗ്രി 82 നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായും ജൈവമാണ്. ചെടികളുടെ ചാറാണ്. ഇത് മനുഷ്യന്റെ ഉള്ളിൽ ചെന്നാൽ പോലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. കാരണം പൂർണ്ണമായും ജൈവമാണ്. അപ്പൊ ഇത് 4 തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. 4 തരത്തിൽ ഇത് പ്രവർത്തിക്കും. ഒന്ന് ആക്ടിവേറ്റർ. ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടിക്ക് കൊടുക്കുന്ന വളം, കീടനാശിനി എല്ലാം ശരിയായ രീതിയിൽ ഈ ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇതാണ് ആക്ടിവേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ളത് സ്പ്രെഡറാണ്. സ്പ്രെഡർ, അതായത് നമ്മൾ ഈ ഇലയിൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ, ഇത് സ്പ്രേ ചെയ്യുന്ന ടൈപ്പാണ്, വെള്ളത്തിൽ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ സ്പ്രേ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഇലയിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഈ ബോളുമായിട്ട് ഉരുണ്ടുരുണ്ട് താഴും, അങ്ങനെയല്ലേ? പക്ഷെ ഇത് മിക്സ് ചെയ്തിട്ട് ഏതൊരു വളമോ കീടനാശിനിയോ നിങ്ങൾ ഇലയിൽ തെളിച്ചു ആ ഇലയിൽ അത് പടർന്നു. അതാണ് സ്പ്രെഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു. പിന്നെ വെറ്റർ എന്ന് പറഞ്ഞാൽ ആ ഈർപ്പം അതിനെ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. ഈ ഈർപ്പം തങ്ങി നിന്ന് അതൊരു കോട്ടിംഗ് ആയിട്ട് ഇലകളിൽ നിൽക്കുന്നതുകൊണ്ട് കീടങ്ങൾക്ക് ഇതിനെ പെട്ടെന്ന് ആക്രമിക്കാൻ കഴിയില്ല ഇലകൾ. അപ്പൊ കീടങ്ങളെ പ്രതിരോധിക്കാൻ ഇതിന് കഴിയും. അതുകൂടാതെ മണ്ണിന്റെ pH ബാലൻസ്, pH ലെവൽ അറിയാലോ. pH ലെവൽ സാധാരണ ഇതിന് 7ആണ്, മനുഷ്യനും അങ്ങനെയാണ്. ഈ pH ലെവലിൽ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആൽക്കലൈനും, താഴേക്ക് വരികയാണെങ്കിൽ അസിഡിക്കും ആയിരിക്കും നമ്മുടെ ബോഡി, അല്ലെങ്കിൽ സസ്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അസിഡിക് ആയിട്ടുള്ള ഒരു ശരീരത്തിൽ, അത് സസ്യത്തിലായിരുന്നാലും മനുഷ്യന്റെ ആയിരുന്നാലും രോഗങ്ങൾ പിടിപെടാൻ ഏറ്റവും എളുപ്പമാണ് അസിഡിക്. എന്നാൽ ആൽക്കലൈൻ ആണെങ്കിലോ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിൽ ആ രോഗപ്രതിരോധ ശേഷിയോടുകൂടി ആ ശരീരം അല്ലെങ്കിൽ ആ ചെടി നിലനിൽക്കും. അപ്പൊ pH ലെവല് ചെടികളുടേത് നിലനിർത്താനായിട്ട് ഇതിന് കഴിയും. ഇങ്ങനെ 4 തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതിന്റെ പ്രയോഗ രീതികൾ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. കീടനാശിനിയുടെ കൂടെ ആണെങ്കിൽ 15 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി ചേർക്കാം. ഈ ഓരോ പ്രോഡക്റ്റ് കീടനാശിനിയുടെ കൂടെ ഇത് മിക്സ് ചെയ്യാം. ഏതാണ് അത്? ജൈവോ പിന്നെ അല്ലാത്തതോ ഏത് വേണമെങ്കിലും, ഏതിന്റെ കൂടെ വേണമെങ്കിലും ഇത് നമുക്ക് മിക്സ് ചെയ്യാം. പക്ഷെ നമ്മളിത് അങ്ങനെ കീടനാശിനിയുടെ കൂടെ അല്ല മിക്സ് ചെയ്തത്. അല്ല, അത് വേണമെങ്കിൽ ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. കീടനാശിനിയുടെ കൂടെ ഇത് മിക്സ് ചെയ്താൽ ഈ പറഞ്ഞ ഈ സ്പ്രെഡറായിട്ട് ഇപ്പൊ ഇലകളിൽ കീടനാശിനിയുടെ ഇത് മിക്സ് ചെയ്തു, ഇലകളിൽ സ്പ്രേ ചെയ്തു, അതവിടെ തങ്ങി നിൽക്കുന്നു. അപ്പൊ ഒരു കോട്ടിംഗ് ആയി നിൽക്കുന്നു. അങ്ങനെ വരുമ്പോ നമ്മള് 15 ലിറ്റർ വെള്ളത്തിന് 5 മില്ലി ഉപയോഗിച്ചാൽ മതി. കീടനാശിനിയുടെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ വേറെ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. വളത്തിന്റെ കൂടെയാണ് എങ്കിൽ 1 കിലോ വളത്തിന് 2 അല്ലെങ്കിൽ 3 മില്ലി ഉപയോഗിച്ചാൽ മതി. 1 കിലോ വളത്തിന് അത്രയും കുറച്ച് മതി. ലാഭകരമാണ് നമ്മുടെ ഇത് ഉപയോഗിച്ചുള്ള കൃഷി. പിന്നെ കളനാശിനിയുടെ കൂടെ ഉപയോഗിക്കാം. രാസവളത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ ജൈവവളത്തിന്റെ ഈ വളമാണ് നമ്മളിപ്പോ ഉപയോഗിച്ചു തുടങ്ങിയത്. അതിന് നമുക്ക് ഇനി അടുത്ത് ചേർക്കുമ്പോഴത്തേക്ക് ഇത് കൂടി ചേർത്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ലിക്വിഡിലോ ഏത് വേണമെങ്കിലും ഇത് മിക്സ് ചെയ്യാം. ചേർക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള 4 തരം ഗുണങ്ങളാണ് അങ്ങനെ കിട്ടുന്നത് ഇത് ഉപയോഗിക്കുന്നതിലൂടെ. ഇനി കളനാശിനിയുടെ കൂടെ ആണെങ്കിൽ 15 ലിറ്റർ വെള്ളത്തിൽ
15 മില്ലി ഉപയോഗിച്ചാൽ മതി. 15 മില്ലി 15 ലിറ്റർ വെള്ളത്തിൽ കളനാശിനിയുടെ കൂടെ 15 മില്ലി ഇത് ചേർത്താൽ മതി. ഇത് 100 മില്ലിയുടെ ഒരു ബോട്ടിലാണ്. 100 മില്ലിയാണ്. അല്ല, മിക്സ് ചെയ്ത് അല്ലാതെ ഉപയോഗിക്കാം. ഇപ്പൊ വെറും വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇലകളിൽ തളിച്ചാൽ അത് അവിടെ തങ്ങി നിൽക്കും, ഒരു കോട്ടിംഗ് ആയിട്ട് നിൽക്കും. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം എല്ലാ ഗുണങ്ങളും കിട്ടുകയും ചെയ്യും. ഇനി ജലസേചനത്തിനാണ്, നമ്മളിപ്പോ വെള്ളം നനയ്ക്കുകയാണ്, ജലസേചനം നടത്തുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഏക്കറിന് തന്നെ 160 മില്ലി മതി. ചെലവ് വളരെ കുറവാണ്. 160 മില്ലി, ഇത് 100 മില്ലിയാണ്. 160 മില്ലിക്ക് നമുക്ക് ഒരു ഏക്കറിന് ഇത് മതിയാകും. ഇനി 1500 ലിറ്റർ വെള്ളത്തിൽ ഈ 500 മില്ലി ഉപയോഗിച്ചാൽ 1500 ലിറ്റർ ആയി. 1500 ലിറ്ററിൽ പിന്നെ 500 മില്ലി, ഇതിന്റെ 500 ഈ 500 ഉപയോഗിക്കുക. 1500 പിന്നെ ലിറ്റർ വെള്ളത്തിൽ ഇതിൽ 500, ഇത് 500-താണ്. ഇത് മൊത്തത്തിൽ ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഏക്കറിന് അത് മതിയാവും. ഒരു ലിറ്ററിന് 1 രൂപ മാത്രമേ ചെലവ്. അങ്ങനെ ഉപയോഗിക്കും. ജലസേചനത്തിൽ നമ്മൾ ഉപയോഗിക്കും. 1 ലിറ്ററിന് നമുക്ക് 1 രൂപയെ ചെലവ് കിട്ടും. അപ്പൊ ഇങ്ങനെ ഇത്രയും നല്ല ഗുണങ്ങളുള്ളതാണ് ഈ അഗ്രി 8. 4 തരത്തിൽ അത് പ്രവർത്തിക്കുന്നു. ഇനിയുള്ളത് അഗ്രി ഹ്യൂമിക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചാണകം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചാണകം ഇട്ട് അത് ഉണങ്ങി വന്നാൽ അതൊരു പൊടി രൂപത്തിലാണ് അല്ലേ, പൊടിഞ്ഞൊടിഞ്ഞ്. അപ്പോ ഇവിടെയും അത് ആ ക്വസ്റ്റ്യനിൽ അത് എന്തുമാത്രം ഗുണം ചെയ്യും, ആ ഗുണങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടുന്ന അതിന്റെ ഒന്ന്. ഇനി